അപ്പം ഗൾഫ് ഓഫ് മെക്സിക്കോ ഒക്കെ ഗൾഫ് ഓഫ് അമേരിക്കയായി മാറിയോ? ട്രംപ് ഏറ്റവും ആദ്യം പറഞ്ഞത് ഗൾഫ് ഓഫ് മെക്സിക്കോ ഗൾഫ് ഓഫ് അമേരിക്ക ആക്കുമെന്ന് തന്നെയാണ്. ആ നിലപാടിലേക്ക് തന്നെയാണ് ട്രംപ് പോകുന്നത്. എന്തൊക്കെയായിരുന്നോ ബൈഡൻ മുന്നോട്ട് വെച്ചിരുന്നത്, അല്ലെങ്കിൽ ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വെച്ചിരുന്നത്, അതിനെല്ലാം പൊളിച്ചെഴുതിയാൽ മാത്രമേ അമേരിക്കയ്ക്ക് ഇനി സുവർണ കാലഘട്ടത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇനിയൊരു സുവർണ കാലഘട്ടത്തിന് തുടക്കത്തിന് ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ്, അതിനെല്ലാവരുടെയും നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ വേണമെന്നാണ് ട്രംപ് പറയുന്നത്. യാഥാസ്ഥികമെന്നൊക്കെ നമുക്ക് തോന്നുന്ന പല പ്രഖ്യാപനങ്ങളും ഇതിനിടയിൽ ഈ അഭിസംബോധനയിൽ ട്രംപ് നടത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ ആണും പെണ്ണും മാത്രം മതി, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു സമൂഹം അതിൻ്റെ ആവശ്യമില്ല എന്ന തരത്തിലുള്ളൊരു പ്രയോഗമൊക്കെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ട്രംപ് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു സൂചന നൽകിയിരുന്നതാണ്. ഈ വനിതാ താരങ്ങൾ പങ്കെടുക്കുന്ന കായിക ഇനങ്ങളിൽ വനിതകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം, അല്ലെങ്കിൽ അത് ഇത് ട്രംപ് നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. ആ നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് തന്നെ ട്രംപ് പോകുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ട്രംപിൻ്റെ ഈ സെക്രട്ടറി തലത്തിൽ തന്നെ ഒരു സ്വർഗാനുരാഗി ഉണ്ട്. അങ്ങനെ ട്രംപിനിടയിൽ പോലും അത്തരത്തിലൊരു നിലപാടുണ്ട്. അമേരിക്കയിൽ ഈ ഒരു നിലപാട് ട്രാൻസ്ജെൻഡറുകൾ വേണ്ട, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറുകളെ തള്ളിപ്പറയുന്ന ഒരു തീരുമാനത്തിനെതിരെ അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ട്രംപിനെ ഇപ്പോൾ തൽക്കാലം ആശ്വസിക്കാൻ, കാരണം ട്രംപിനെ എതിർക്കുന്നവർ റിപ്പബ്ലിക്കൻ പാർട്ടിയിലായിരുന്നാൽ പോലും ആരുമില്ല. ട്രംപിന് ഒപ്പം നിൽക്കുന്ന സെക്രട്ടറിമാരായിരുന്നാൽ പോലും, ഇപ്പോൾ എലോൺ മസ്ക് ആയിരുന്നാലും വിവേക് രാമസ്വാമി ആയിരുന്നാലും JD വാൻസ് ആയിരുന്നാലും എല്ലാം ട്രംപ് എന്ത് പറയുന്നു അതിനനുസരിച്ച് നിൽക്കുന്നവരാണ്. ട്രംപിൻ്റെ മറ്റൊരു രൂപം, മകഭേദം, അല്ലെങ്കിൽ ട്രംപിൻ്റെ നാവായി പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഇവർ. അതുകൊണ്ട് തന്നെ ട്രംപിനെ എതിർത്ത് നിൽക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ഉണ്ടാകില്ല. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഇത് എന്ത് തരത്തിലുള്ളൊരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. 4 വർഷത്തെ സമയമുണ്ട്. ട്രംപ് കൂടുതൽ ശക്തനാണ്. കാരണം 2017 അധികാരത്തിലെത്തുമ്പോൾ ട്രംപിന് പൊളിറ്റിക്സിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെയോ ഡെമോക്രാറ്റിക് പാർട്ടിയിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഒരുപോലെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ട്രംപ്. അതിനുശേഷമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് മാത്രമായി ട്രംപ് മാറിയത്. അതുകൊണ്ട് തന്നെ ട്രംപ് കൂടുതൽ അനുഭവസ്ഥനായി, അല്ലെങ്കിൽ അനുഭവ പരിചയത്തിൻ്റെ വെളിച്ചത്തിലാണ് വീണ്ടും രണ്ടാമത് അധികാരത്തിലേറുന്നത്. തീരുമാനങ്ങൾ നടപ്പാക്കാൻ ശേഷിയുണ്ട്, അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ തൻ്റെ പക്കലുണ്ട്, ആളുകളുണ്ടെന്ന് ട്രംപ് ഉറച്ചു വിശ്വസിക്കുന്നു. പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്, അത് വലിയ കോളിളക്കങ്ങൾ ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. ബൈഡന്റെ തീരുമാനങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തന്നെയാണ് ട്രംപ് അധികാരത്തിലേക്ക്, വൈറ്റ് ഹൗസിലേക്ക് കയറുന്നത്.